ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ പറയാൻ പോണത് നാലാമത്തെ ആഴ്ച എന്തൊക്കെ നമ്മൾ മുടിയിൽ കെയർ ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പലതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എങ്കിലും എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്ന ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മൾ എടുക്കണത് 2 കപ്പ് വെള്ളമാണ് കേട്ടോ. ആദ്യം 2 കപ്പ് വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ അടുപ്പ് ഓൺ ചെയ്തു കേട്ടോ, സ്റ്റവ് ഓൺ ചെയ്തു. എന്നിട്ട് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ചായപ്പൊടി തന്നെയാണ്. നിങ്ങളെ വീട്ടിൽ ഏത് ചായപ്പൊടി വെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. മുടി കളർ കൊടുക്കാനേ, മുടി നല്ല കറുപ്പ് കളറോട് കൂടിയിട്ട്. ഇനിയിപ്പോൾ കൊഴിയണവർക്കാണെങ്കിൽ വെറും ചായപ്പൊടി മാത്രം നിങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചാലും ഡെയിലി ഉപയോഗിച്ചാലും മുടി കൊഴിയില്ല. അതുപോലെ കറുപ്പ് കളർ ഉള്ളവർക്കും കുറവുള്ളവർക്ക്, നരച്ച കളറുള്ളവർക്കും കറുത്ത് വരാനും നല്ലതാണ്. പിന്നെ നമ്മൾ കൂട്ടുന്നത് എന്താ വെച്ചാൽ ഉലുവയാണ്. 1 സ്പൂൺ ഉലുവ. പിന്നെ നമ്മൾ കൂട്ടുന്നത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ കഴുകാതെയാണ് വീട്ടിലിരിക്കുന്ന വെച്ചാൽ ഒക്കെ ഒന്ന് കഴുകിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് കണ്ടോ, ഒരു 5-6 ഗ്രാമ്പുമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ 2 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞതേ, ഈ തിളച്ച് നല്ല കുറുകിയിട്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ് ആവുന്നവരെ, കപ്പിൽ 2 കപ്പാണല്ലോ പറഞ്ഞത്, അതിനൊരു കപ്പാവുന്നവരെ ഇതൊന്ന് കുറുക്കണം. നമുക്ക് നല്ല ഡാർക്ക് കളർ വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി നമുക്ക് കൂട്ടി തേക്കാനാണ്. അപ്പോൾ നമ്മളെ മുടി നമുക്ക് താരൻ, ചിലവർക്ക് നല്ല താരുണ്ടാവും മുടിയിൽ അല്ലേ, തലയൊക്കെ ചൊറിഞ്ഞും കൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ചൊറിച്ചിലും താരനും മുടി കൊഴിച്ചിലും ഒക്കെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടെങ്കിൽ അത് പോകാനും, അതുപോലെ അകാല നര, ചിലവർക്ക് നല്ല അകാല നരയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഡെയിലി നമുക്ക് തേക്കാം കേട്ടോ. ആഴ്ചയിൽ നിങ്ങൾ 3 ദിവസമോ 4 ദിവസമോ തേച്ചുകൊണ്ട് ഒരു ദോഷവും ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ ഇത് വല്ലാതെ നമ്മൾ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ട് അരയ്ക്കാനാണ്. ഈ കട്ടൻ ചായ തണുത്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ അരയ്ക്കണത്. അപ്പം നമ്മൾ ഒരുപാട് ടൈറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുടിക്ക് വല്ലാതെ ഡാമേജ് വരുള്ളൂ. നമ്മൾ കഴുകി കളയുമ്പോൾ ഒരുപാട് വെള്ളം പാർന്നിട്ട് വേണ്ടേ കഴുകാൻ. അപ്പം നമ്മൾ കുറച്ച് ലൂസിൽ തന്നെ വേണം എന്ത് മുടിയിൽ ആഡ് ചെയ്യാൻ. അതാണ് എപ്പോഴും നല്ലൊരു ലിക്വിഡ് പോലെ, എങ്കിലേ അത് തലയോട്ടിയിൽ പിടിക്കുള്ളൂ. ടൈറ്റിൽ ഇങ്ങനെ മുടിയിൽ വെച്ച് തേച്ചാലല്ല കേട്ടോ. നമ്മൾ തലയ്ക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടണ്ടേ, നിങ്ങൾക്ക് രക്തചംക്രമണം നല്ല വരുന്നെങ്കിൽ നമ്മൾ ഒക്കെ ലിക്വിഡ് പോലുള്ളത് വേണം കേട്ടോ മുടിയിൽ തേക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ അതിൽ കൂട്ടേണ്ടത്, ഇപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കട്ടെ. ഇതിന് നമ്മൾ അടുപ്പ് കെടുത്തി വെക്കുകയാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് ഉള്ളത് 1 ഗ്ലാസ് ആയിട്ടോ. ഒരു 6-7 മിനിറ്റ് നിങ്ങളിത് നന്നായി തിളപ്പിക്കണം കേട്ടോ. ഇത് നല്ല ഫുൾ സ്പീഡിലിട്ടിട്ടാണ് കത്തിച്ചുന്നത്, കാരണം കറണ്ടിൻ്റെ അടുപ്പിലാണ് വെച്ചുന്നത്. അവിടെ അടുക്കളയിൽ ലൈറ്റ് കുറവാട്ടോ, അതാണ് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് വേണ്ടത് കണ്ടോ, ഒരു 4-5 ചെമ്പരത്തിയുടെ ഇല. നമ്മളെ മുടി നന്നായി വളരാനും നല്ല കറുത്ത കളറ് കിട്ടാനും മിനുസമുള്ളതാവാനും താരൻ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനും നമ്മളെ ചെമ്പരത്തിയുടെ ഇല നല്ലതാട്ടോ. പിന്നെ വേണ്ടത് നമുക്ക്, നിങ്ങൾക്ക് എത്ര ചെമ്പരത്തി പൂവാണ്, ഞാൻ ഇതിൽ 2 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി കഴുകിക്കോളൂ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ നമുക്ക് ചൊറിയും തല. പിന്നെ നമുക്ക് കണ്ട പേരയിലയുടെ തളിര് കണ്ട, ഒരു 2-3 തളിരാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെ 5-6 ഇല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മളെ പനിക്കൂർക്കട ഇല. നമ്മളെ മുടി നല്ല കട്ടിയിലും കറുപ്പിലും പിന്നെ വേരുകൾക്കൊക്കെ നല്ല ബലം കൊടുക്കാനും സൂപ്പറാട്ടോ നമ്മളുടെ ഈ പനിക്കൂർക്കട ഇല. അതുപോലെ നമുക്ക് നീർവീഴ്ച, തണുപ്പിൻ്റെ ഒരു കേടും വരില്ല, നമുക്ക് ജലദോഷവും അങ്ങനത്തെ ഒന്നും വരില്ല, നമുക്ക് പനി തുമ്പല് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ 2 ഇല ഇതിലിട്ടാൽ മതി. പക്ഷെ ഞാനിതിൽ 5-6 ഇല ഇട്ടണം, നിങ്ങൾ കണ്ടതല്ലേ. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണേ. എന്നാൽ പിഴിഞ്ഞിട്ടോ, പച്ചവെള്ളം കൂടണ്ട. അപ്പം നമ്മൾ ഇനി കട്ടൻ ചായ തിളപ്പിച്ച് വെച്ച് നിങ്ങൾ കണ്ടില്ലേ, അതിലാണ് ഇനി അരയ്ക്കണത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് തരും. ഇത് എത്ര വേണമെങ്കിലും എടുക്കാനില്ല കേട്ടോ. നമ്മളെ മുടിയിൽ നിന്ന് ഇത് കഴുകി പോകാനും, അതുപോലെ നമ്മളെ മുടിയിലേക്ക് കൂടുതൽ അബ്സോർവ് ചെയ്യാനും, മുടിയുടെ ഇഴകളിലേക്കൊക്കെ ഓട്ടിലേക്കൊക്കെ ഇത് നന്നായിട്ട് പറ്റണമെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ വേണം കേട്ടോ. വല്ലാതെ ടൈറ്റിൽ ആരും അരച്ച് കട്ട തേക്കണ്ട കേട്ടോ. അപ്പൊ അത് മാസ്ക് ആവും. നമ്മളിപ്പോൾ പേക്കാണ് ഈ തേക്കുന്നത്. അപ്പൊ ഇനി ഞാൻ കട്ടൻ ചായ എടുത്തുകൊണ്ടിരട്ടെ. അപ്പൊ നമ്മളിത് വേണ്ടത്ര കട്ടൻ ചായ പറഞ്ഞിട്ട് അരയ്ക്കുന്നത്. കണ്ടോ, നമ്മളതിൻ്റെ കൊഴുപ്പ് കണ്ടോ. അപ്പൊ നമ്മൾ പേക്കുകളൊന്നും വല്ലാതെ ടൈറ്റിലൊന്നും ഒരിക്കലും കലക്കരുത്. കണ്ടല്ലോ, എങ്ങനെ പാടുള്ളൂ. ഇപ്പൊ ഞാനതിൽ പേരയില, ചെമ്പരത്തിയില, ചെമ്പരത്തിപ്പൂവ്,
പനിക്കൂർക്കയില. ഇത്രയും അരച്ചിട്ടും ഇങ്ങനെ ലൂസിലാണ് നമ്മളിത് കലക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലാണ് നമ്മളെ തലയോട്ടിയിൽ ഇത് നന്നായിട്ട് പിടിക്കുള്ളൂ, ഇഴകളിലേക്കൊക്കെ. നമ്മൾ താളിയൊന്നല്ലല്ലോ തേക്കുന്നത്. അപ്പൊ നമ്മൾ പാക്ക് ഇടുമല്ലോ. ഇനി 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ 3 പ്രാവശ്യം ഇതിങ്ങനെ ആഴ്ചയിൽ തേക്കാം. 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാക്ക്, കുറച്ച് ടൈറ്റുള്ള സംഭവം, അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കുറച്ച് നാളികേരപ്പാൽ കൂട്ടിയിട്ട് ഒരു പിടി അല്ലെങ്കിൽ നാളികേരം അരക്കുക. എന്ത് പാക്ക് ഇടുമ്പോഴോ അങ്ങനെ തേക്കുക. പക്ഷെ ഇത് എങ്ങനെ തേക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ഇത് പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, രാവിലെ മുടി കൈകൊണ്ട് നന്നായിട്ട് കൂടൊക്കെ കളഞ്ഞതിന് കെട്ടിറക്കുക അല്ലെങ്കിൽ ചിക്കിറക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പല്ലകലുള്ള ഒരു ചീർപ്പോണ് ചീന്തിയതിന് ശേഷം നമ്മളെ എണ്ണ നന്നായിട്ട് കയ്യിലിട്ട് ചൂടാക്കി, ഒരുപാട് എണ്ണ അത് വല്ലാതെ കുളുക്കനെ തേക്കേണ്ട, ചൂടാക്കിയതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത് നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാക്ക് ഇടുക. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ വെള്ളത്തിൽ ഇത് കഴുകി കളയുക. അപ്പോൾ ഇനി ഞാൻ പാക്ക് ലൂസാണ്, മിറ്റത്തേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി നിൽക്കട്ടെ, മൈക്ക് ഊരി വെക്കുകയാണ്, ഇനി സൗണ്ട് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ ഇനി തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി വാഷ് ചെയ്യട്ടെ. വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, കുറച്ചും കൂടി ഉണ്ടാകും. കുളിമുറി പോയി നിന്നിട്ടേ തേക്കുന്നുള്ളൂ. പിന്നെ മേലൊക്കെ തേച്ച് കഴിയുമ്പോഴേക്ക് 20 മിനിറ്റ് ഒക്കെ ആകുമല്ലോ. അപ്പൊ എന്താ, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം എല്ലാവരും. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.